ഭീകരരെ പിടികൂടാൻ ഇന്ത്യക്കൊപ്പം സഹകരിക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യക്കൊപ്പം നിൽക്കാനാണ് പാകിസ്ഥാനോട് നിർദ്ദേശിച്ചത്. അമേരിക്കയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയും ചെയ്തു. മോദിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി ബ്രൂസും വ്യക്തമാക്കി. അർജുൻ പീതാംബരനുണ്ട് ഇതിന്റെയൊക്കെ വിശദാംശങ്ങളുമായി. അർജുൻ, പറയൂ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഭിമുഖത്തിലായിരുന്നു ജെ.ഡി. വാൻസിന്റെ, അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പ്രതികരണം. അദ്ദേഹം ഈ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടെയാണ്. അന്ന് തന്നെ രൂക്ഷമായി ഇതിനെ അപലപിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഈ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം ഈ ഭീകരരെ പിടികൂടാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹകരിക്കണം, ഒപ്പം നിൽക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ചില ഇടപെടൽ നടത്തുന്നുണ്ട്. അമേരിക്കയെ, ട്രംപിനെ എല്ലാം നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു മോദിയുമായി സംസാരിച്ച് പാകിസ്ഥാൻ്റെ ഒപ്പം അല്ലെങ്കിൽ പക്ഷം പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനിടയിൽ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ. അതിന് പുറമെയാണ് US ഡിപ്പാർട്ട്മെന്റ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാം പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്, പിന്തുണ നൽകിക്കൊണ്ട് ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു നൽകുന്നു എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകേണ്ട എന്നുള്ള നിലപാടും ഈ നേതാക്കൾ ഇന്ത്യയോട് അറിയിച്ചിട്ടുമുണ്ട്.